നമസ്കാരം. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും. ഏതു പ്രതിസന്ധി ഘട്ടം വന്നാലും അച്ഛൻ പാടരുതെന്ന് മകളുടെ നിർദ്ദേശമുള്ളതിനാൽ പാട്ട് നിർത്തി. വരികൾ വായിക്കാം. എന്നാലും പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് ചക്കരപ്പന്തലിട്ട് മുഹൂർത്തം നോക്കിയിരിക്കുമ്പോൾ എങ്ങനെ പാടാതിരിക്കും? എന്തായാലും ഈ പാട്ടിലെ അവസാന വരി ഭരണാധികാരിയായ ഒരു അച്ഛൻ്റെ പ്രതീക്ഷ കൂടിയാണ്. വീണുടയാതെ ഇരിക്കാൻ ജീവിത വീണ തരാം കയ്യിൽ. പാർട്ടി കടപുഴകി ഭരണം തീരാൻ അന്തിമ മണിക്കൂറിലേക്ക് നീങ്ങുകയാണ്. അപ്പോഴും അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് അവസാനമില്ല. മെയ് 4 വിധി വരും, 5 പന്തലിടണമെന്ന് പിണറായി വിജയൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ വിവരം മംഗളം പത്രത്തിലൊരു വാർത്തയായി വന്നു. ഒന്നും കാണാതെ ബാപ്പ പള്ളിയിൽ പോകില്ല എന്ന് പറയും പോലെ ഒന്നും കാണാതെ പിണറായി പന്തലിടാൻ പറയില്ലെന്നാണ് അന്തങ്ങളും പാർട്ടി ബുദ്ധിജീവികളും പന്തൽ പ്രേമനുമൊക്കെ പറയുന്നത്. പിണറായി പന്തലിടാൻ പറഞ്ഞത് സത്യപ്രതിജ്ഞയ്ക്കാണോ, ജീവൻ പോയ പാർട്ടിയെ പൊതുദർശനത്തിന് മലർത്തി കിടത്താനാണോ എന്ന് ആര് കണ്ടു? ഉത്തരായനം കാത്തുകിടക്കുന്ന പാർട്ടിയെ എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വിളിക്കുകയാണ്. എന്തായാലും ഈ പന്തൽ ആകപ്പാടെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി കാത്തിരിക്കുകയാണ് പിണറായി. പഞ്ചാബി ഹൗസിൽ സിക്കന്ദർ സിംഗ് പെങ്ങളുടെ കല്യാണത്തിന് പന്തലിടാൻ മച്ചാൻ വർഗീസിനെ ഏൽപ്പിച്ച പോലെ ആകുമോ കാര്യങ്ങൾ? ഭരണം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന കാലം വരെ ഈ ജർമ്മൻ പന്തൽ അവിടെ നിൽക്കട്ടെ എന്ന് പിണറായി വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? പിണറായി വിജയൻ ഇടുന്ന പന്തലിൽ അടുത്ത സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമോ, അതോ അവർ വേറെ പന്തലിടുമോ എന്ന് ആരറിഞ്ഞു? സത്യത്തിൽ പിണറായി ഏതോ ഒരു ഉന്മാദത്തിൻ്റെ പിടിയിലാണിപ്പോൾ. പുറത്തിറങ്ങാറൊന്നുമില്ല. അകമ്പടി വാഹനങ്ങൾ രാവിലെ 56 എണ്ണം സ്റ്റാർട്ട് ചെയ്തിടും. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തതിനാൽ പ്രാതലും കഴിച്ച് പിന്നെയും കിടന്നുറങ്ങും. മെയ് 3 വരെ സന്തോഷിച്ചോട്ടെ എന്ന് കരുതി പാർട്ടിയും ഇൻ്റലിജൻസും ഓരോ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കും. പിണറായി വിജയൻ അതെടുത്ത് വെച്ച് വായിക്കും. അതോടെ ഇല്ല, നമ്മൾ ഇറങ്ങേണ്ടി വരില്ല എന്ന് കുടുംബത്തോട് പറയും. അത് കേൾക്കുമ്പോൾ അവർക്ക് പെരുത്ത സന്തോഷം. എന്നെ ജനങ്ങൾക്ക് അത്ര ഇഷ്ടമാണ്, ഞാൻ ഇനിയും വരുമെന്ന് പറഞ്ഞ് ഒരേ ഇരിപ്പാണ്. പൂജാമുറിയിൽ സദാ മണികിലുക്കവും മന്ത്രങ്ങളും ഉയരുന്നു. അനിവാര്യമായ വിധി അറിയുമ്പോൾ കമലേട്ടത്ത് ചോദിക്കും, നമുക്കിവിടുന്ന് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ പിണറായി വിജയൻ ദയനീയമായി ഒന്ന് നോക്കും. ഇല്ല അല്ലേ? അങ്ങനെ കണ്ണീരണിഞ്ഞ പലവിധ സീനുകളാണ് ക്ലിഫ് ഹൗസ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തേച്ചു വെച്ച ഉടുമുണ്ടിലും കുടിവെള്ളത്തിലും മരപ്പട്ടി പൂരപ്പെടുപ്പാണ്. ചോദിച്ച ഗോവിന്ദനോട് പിണറായി പറഞ്ഞു, പ്രതിപക്ഷ നേതാവാകാൻ എൻ്റെ പട്ടി വരും. അപ്പോൾ റോബിൻ പട്ടി കൂട്ടിൽ കിടന്നും മുരണ്ടു. വരുന്ന 5 വർഷം ഇനി പാർട്ടിയെ നയിച്ചാലും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്ന് പിണറായിക്ക് അറിയാം. വെള്ളാപ്പള്ളിയുടെ വാക്കുകളാണിപ്പോൾ പിണറായിക്ക് കരുത്തു പകരുന്നത്. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം പിണറായി വിജയൻ അടിച്ചുകൊണ്ട് പോകുമെന്നാണ് നടേശൻ മൊയ്ലാളി പറയുന്നത്. അപ്പോൾ പിണറായി ചപ്പിത്തിന്നുന്ന മാങ്ങയുടെ അണ്ടി വെള്ളാപ്പള്ളിക്ക് തരുമായിരിക്കും. അതിരാവിലെ തിരുനെറ്റിയിൽ വട്ടത്തിലൊരു പൊട്ടും കൊത്തി നടേശൻ വന്ന് ചരിഞ്ഞിരിക്കും. ചുവന്ന പൊട്ടാണെങ്കിൽ പിണറായി ഭജനയായിരിക്കും. കുറിയും ചിന്തൂരവുമാണെങ്കിൽ സമുദായത്തെയും പാർട്ടിയെയും പറ്റി എന്തെങ്കിലുമൊക്കെ പറയും. ഗോപിപ്പൊട്ടും ഭസ്മക്കുറിയുമാണെങ്കിൽ സതീശനെ തെറി പറയുന്ന ദിവസമായിരിക്കും. ഭസ്മം, കളഭം, സിന്ദൂരം സമം ചാലിച്ചാണ് നെറ്റിപ്പൊട്ടെങ്കിൽ അന്ന് മോദിയെ സ്തുതിക്കുന്ന ദിവസമായിരിക്കും. 4-ാം തീയതിക്ക് ശേഷം ഒരു 6 മണിയാകുമ്പോൾ ഒരു പ്രത്യക്ഷപ്പെടലുണ്ട്. നോക്കിക്കണ്ട് ഭരിക്കാതിരുന്ന പിണറായി വിജയനെ പറ്റി പഴി പറയും. UDF ഭരണ ക്ലാസ് എടുത്തു കൊടുക്കും. പെരുന്നയിൽ നിന്നും ഇപ്പോൾ അനക്കമൊന്നും കേൾക്കുന്നില്ല. സർവ്വസമയവും പടിപ്പുരയിലേക്ക് നോക്കി മെഴുങ്ങസ്യ എന്ന ഒറ്റ ഇരിപ്പാണ്. കൊടിവെച്ച കാറിൽ ചെന്നിത്തല വരുന്നതും 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ തന്നെയും കയറ്റി ഒരു സവാരി പോകുന്നതുമൊക്കെയാണ് ആ മനസ്സിലെ ചിന്തകൾ. 7 നില പന്തലൊക്കെ ഇട്ട് പടിയേറ്റിന് കാത്തിരിക്കുന്ന പിണറായിയോട് ഒന്ന് ചോദിച്ചോട്ടെ. 2ാം പിണറായി സർക്കാർ ശ്രമിച്ചിട്ടും തീർപ്പാകാത്ത 5 ലക്ഷത്തിലേറെ ഫയലുകളാണ് ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് എന്നാണ് വാർത്ത. 10 വർഷം മുമ്പ് ചക്രവർത്തിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പറഞ്ഞത് ഓരോ ഫയലിലും ഓരോ ജീവിതം നെടുങ്ങനെ അങ്ങ് കിടക്കുകയാണെന്നാണ്. ആ മഹത്തായ വാക്കുകളൊക്കെ എത്ര രോമാഞ്ചത്തോടെയാണ് സാർ ഞങ്ങൾ കേട്ടത്. ആഗോളയാത്രകളും പൗരപ്രമുഖരെ തീറ്റിക്കലും നവകേരള സദസ്സും മാനവീയവും കേരളീയവും ലോക കേരള സഭയും കോൺക്ലേവുകളും നടത്തി നിലത്ത് നിൽക്കാൻ നിങ്ങൾക്ക് നേരമില്ലായിരുന്നു. ജനങ്ങൾ ദുരന്തത്തിൽപ്പെട്ട് പല്ലും കോത്ത് കിടക്കുമ്പോഴും നിത്യവും കൊടിയേറ്റ് സദ്യവും ഉത്സവങ്ങളുമായിരുന്നു ഈ സർക്കാരിന്. ഇതിനിടയ്ക്ക് എന്തെല്ലാം പരിപാടികൾ കൊണ്ടുവന്നു. CM വിത്ത് മീ എന്നൊരു പരിപാടി ഉഡായിപ്പ് അവസാന കാലത്ത് പൊന്തി വന്നു. കുറേ ഉദ്യോഗസ്ഥരെ നിയമിച്ചു, ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങി. അങ്ങനെയും കോടികൾ തുലച്ചു. 2-3 പേരെ പറഞ്ഞ് ശട്ടം കെട്ടി ഫോണിൽ വിളിപ്പിച്ചു. അതോടെ ആ പരിപാടി നിലച്ചു. 3 മാസം നിരന്തരം ഗൾഫ് യാത്രയായിരുന്നു.
വരുന്നതും പോകുന്നതും ആർക്കും അറിയില്ല. പാവങ്ങൾക്ക് വേണ്ടി പിരിവിന് പോയതായിരിക്കും. ഓരോ 3 മാസം കൂടുന്തോറും മന്ത്രിമാർ അതാത് വകുപ്പിലെ ഫയലുകൾ തീർപ്പാക്കണമെന്ന് തീരുമാനമെടുത്തിരുന്നു. പക്ഷേ മന്ത്രിമാർക്ക് താല്പര്യം വേറെ പരിപാടികളായിരുന്നു. ഞെളിഞ്ഞുകുത്തി നടക്കാനറിയാം, ആക്ഷേപിക്കാനറിയാം, പൊങ്ങച്ചം പറയാനറിയാം, പിണറായി വിജയനെ പൊക്കാനറിയാം. അല്ലാതെ കഴകത്തുള്ള എത്ര മന്ത്രിമാരുണ്ടായിരുന്നു ഈ ക്യാബിനറ്റിൽ? വ്യവസായ ഇടനാഴിയിൽ വ്യവസായം വന്ന് തങ്ങി നിൽക്കുന്നതിനാൽ വെള്ളം പോകാത്ത അവസ്ഥയാണ്. കുറുന്തോട്ട് കീറാൻ കോടാലിയുമായി നടക്കുന്ന ആരോഗ്യ വകുപ്പ്. സംസ്കാരം എന്നത് 7 അയലത്തുകൂടി പോയിട്ടില്ലാത്ത, വാഴ ഏതാ കുടച്ചക്രം ഏതാ എന്നറിയാത്ത സാംസ്കാരിക മന്ത്രി. ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് മാത്രമറിയാവുന്ന കാടുപൂട മന്ത്രി. പുലിയെപ്പോലെ ഗർജിക്കും, പൂച്ചയെപ്പോലെ സീൽക്കാരമിടും. വെള്ളത്തിൽ നിന്നാണ് കരണ്ടുണ്ടാക്കുന്നതെന്നറിഞ്ഞ് വെള്ളം കുടിക്കാൻ ഭയക്കുന്ന കരണ്ട് മന്ത്രി. ഒരു വെട്ടിക്കുട നടത്താൻ കഴകത്തില്ലാത്തവനെ 28 വ്യവസായ സ്ഥാപനങ്ങൾ ഏൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ സകലകലാ വല്ലഭനായ ഒരു മുഖ്യമന്ത്രി ഒരു കെട്ട് വകുപ്പുകളാണ് തലയിൽ വെച്ചിരിക്കുന്നത്. ഒന്നും ചേർന്നാൽ ഇമ്മിണി 1 എന്ന് മാത്രം അറിയാവുന്ന ഗുണനപ്പട്ടിക തീണ്ടിയിട്ടില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി. ഈ തലയൊന്ന് താങ്ങിത്തരൂ, ഞാനൊന്ന് ചുമലിലേറ്റട്ടെ എന്ന് പറഞ്ഞു നടക്കുന്ന ഉന്നത വിവരദോഷ മന്ത്രി. ശൃംഗാരവും ഗതാഗതവും ഒരേ റൂട്ടിൽ കൊണ്ടുപോയി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയ ഗതാഗത വീരൻ. വിണ്ടുകീറിയ വീട്ടിൽ പോയി ഉരപ്പ് കടലാസിട്ട് തേച്ച് ചോർച്ച മാറ്റിയ ഉരപ്പ് രാജൻ. അങ്ങനെ വഹയ്ക്ക് കൊള്ളാത്തതും ജനത്തിൻ്റെ ജാതകദോഷം കൊണ്ട് മന്ത്രിമാരായവരും എത്രയെത്ര. മെസ്സിയെ കൊണ്ടുവരാൻ പോയ ഒരുത്തൻ്റെ പൊടി പോലും ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല. മന്ത്രിമാർക്കൊന്നും ഫയൽ നോക്കാൻ സമയം കിട്ടിയില്ല. അക്രമത്തിന് നേതൃത്വം നൽകിയ ഒരു ക്യാബിനറ്റ് ഒന്നടങ്കം ഒരു ബസ്സിൽ പോയ കാഴ്ച മാത്രം മതി ഈ സർക്കാരിനെ 4 തൊഴി കൂടുതൽ കൊടുത്ത് ജനം ഇറക്കി വിടാൻ. നാട്ടുകാർ പുഴുക്കളെപ്പോലെ അപേക്ഷ നീട്ടിയതൊക്കെ ഒന്നിച്ചു വാങ്ങി തീയിലിട്ടു. 5 ലക്ഷം രൂപ പലിശ അടച്ചവൻ യാചിച്ചപ്പോൾ 645 രൂപ ഇളവ് ചെയ്തു കൊടുത്തു. സർക്കാരിനെയും പിണറായി വിജയനെയും പുകഴ്ത്തി ജീവിതം കഴിച്ചുകൂട്ടി 5 വർഷം കുശാലാക്കിയ ഉദ്യോഗസ്ഥരാണ് അധികവും. ഖജനാവ് വടിച്ചു കോരിയാലും വാഴ്ത്തുപാട്ടുകാരെ ഈ സർക്കാർ നന്നായി കരുതിയിട്ടുണ്ട്. ഭരണമൊന്ന് തീർന്നിട്ട് വേണം ഞങ്ങൾക്ക് സമരങ്ങൾ തുടങ്ങാൻ. അനീതി എവിടെ കണ്ടാലും ഞങ്ങൾ അപ്പോൾ എതിർക്കും. പാവങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ജീവനാണ്. അവരെ കെട്ടിപ്പിടിക്കാത്ത ഒരൊറ്റ ദിവസം കാണില്ല. ഇന്നലെ വരെ നെറികെട്ടവന്മാരെ എന്ന് വിളിച്ച നാട്ടുകാരെ നാളെ മുതൽ ഞങ്ങൾ നന്മയുള്ള മക്കളെ, നല്ലവരായ നാട്ടുകാരെ എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ കുളിപ്പിച്ചൊരുക്കി കണ്ണെഴുതി പൊട്ടുതൊടിവിച്ച് നവകേരളം എന്ന പൊന്നോമന പേരിട്ടിരിച്ചിരിക്കുന്ന ആ കുട്ടിയുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നതോടെ അതൊരു ഇച്ചീച്ചി കുട്ടിയാകും. എല്ലും തോലുമായി തൊട്ടാൽ നാറുന്ന കുട്ടിയാകും. കേരളം പിന്നെ പുറകോട്ടൊരൊറ്റ പോക്കായിരിക്കും. ചെന്ന് ശിലായുഗത്തിൽ തട്ടി നിൽക്കുമ്പോൾ കിടിനാരോ എന്നൊരു ശബ്ദം കേൾക്കും.